തേമ്പാമുട്ടം എന്നുള്ള പേര് എങ്ങനെ? അതായത് സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലം. അതായത് തേനും പാലും ഒഴുകുന്ന. തേനും പാലും, അതാണ് തേമ്പാമുട്ടം. അങ്ങനെയാണ് തേമ്പാമുട്ടം എന്ന സ്ഥലത്തിൽ തന്നെ. അപ്പൊ അത്ര സമൃദ്ധമായ കാരണം കൃഷിയായിരുന്നു അതോ? ഇവിടെ പരമാവധി കൃഷിയാണ്. എല്ലാ നെൽവയലുകളും പിന്നീട് വാഴക്കൃഷിയായാലും പല പച്ചക്കറി കൃഷിയായാലും കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. നമ്മുടെ തേമ്പാമുട്ടത്തിന് തൊട്ടടുത്താണ് കൈത്തറിയുടെ നാട് ഇല്ലിക്കുളം, പിന്നീട് പുന്നക്കാട് പ്രദേശങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന സ്ഥലമാണ്. അപ്പൊ ആ കൈത്തറി അവിടെയും സമൃദ്ധമാണ്. കാരണം അവിടെ എല്ലാ ദിവസവും പണി ആ കാലത്ത്. ഒരു കാലത്ത് എല്ലാ ദിവസവും പണിയുണ്ട്. ഇതുണ്ട് എങ്കിൽ പോലും പണ്ടത്തെ പോലെ ഒരു അത് മാത്രം ജീവിതമാർഗമായിട്ടിരിക്കുന്ന ആളുകളില്ല. മറ്റേത് ഒരു ഗ്രാമം തന്നെ. ഇപ്പൊ കൃഷി ഇവിടെ ഇപ്പോഴും കൃഷിയാണ് ഇപ്പോഴത്തെ പ്രധാനം. ഒരു ഗ്രാമപ്രദേശം തന്നെ. തേമ്പാമുട്ടം എന്നുള്ള പേരാണ് എന്നെ ആകർഷിച്ച് ഇങ്ങോട്ട് വന്നത് പ്രധാനമായിട്ട്. ഇത് നമ്മൾ അങ്ങോട്ട് പോയാൽ ബാലരാമപുരം, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ബാലരാമപുരം, ഇത് ഊരൂട്ടമ്പലം, എരുത്താവൂര് പ്രഗത്ഭമായിട്ടുള്ള പിന്നീട് ക്ഷേത്രം, കേരളവള്ളി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം നിലകൊള്ളുന്നത് നമ്മുടെ ബാലരാമ പഞ്ചായത്ത് പ്രദേശത്താണ്. എന്താ പേരെന്താ? എൻ്റെ പേര് രഞ്ജിത്തോ? ഞെട്ടിപ്പോയി. ഞാനും രഞ്ജിത്ത. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നു. അപ്പൊ നമ്മള് കറക്റ്റ് ആളിൻ്റെ അടുത്താണ് എത്തിയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മില്ല് നടത്തുന്നുണ്ട്. ജീവിക്കാനുള്ള വരുമാനം വേണമല്ലോ. പണ്ടത്തെ പോലെ ഒന്നും അല്ല, പൊതുപ്രവർത്തനമൊന്നും അടിച്ചു മാറ്റാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. നമ്മള് പൊതു സംവിധാനം ഒന്ന് കാണുന്നത് ഞാൻ നേരത്തെ അപ്പുറത്ത് മില്ല് നടത്തിക്കൊണ്ടിരുന്നു. നമ്മൾ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ ഒരു സേവനം സഹായിക്കുക എന്നുള്ള ഒരു ജീവിതമാർഗം. ചേട്ടൻ്റെ പേരെന്താ? എന്ത് ചെയ്യുന്നു? ഡ്രൈവിംഗ്. ഈ നാട് തന്നെ, ഇവിടെ തന്നെ, ഇവിടെ വളർന്ന് ജനിച്ചു വളർന്ന ആൾ തന്നെ. നിങ്ങൾ ഒരുമിച്ച് ബന്ധുക്കളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കേരളത്തിൻ്റെ തെക്കേറ്റം മുതലൊരു യാത്ര, കളിക്ക് വെള്ളം മുതലൊരു യാത്രയാണ്. അപ്പോൾ യാത്ര പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ പൊതുവെ ആളുകളൊക്കെ നല്ല ആളുകളാണ്. ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഏതാ? ലോറി ഡ്രൈവിംഗ്. ദൂരത്തൊക്കെ ഓടും അതോ ഇവിടെ തന്നെ? പാറകൾ ഒക്കെ. പിന്നെ ബിവറേജ്. അപ്പോൾ അത് വേറെ ഹൗസ്. അവിടത്തേക്ക് സ്ഥിരം അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലോറി? അതെ, ശരി. എങ്ങനെയുണ്ട് പൊതുപ്രവർത്തനമൊക്കെ? പൊതുവെ എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നുണ്ട്. ഈ ആദ്യകാലങ്ങളിലുള്ളതുപോലുള്ള പ്രവർത്തനം ഇപ്പോഴത്തേക്ക് അതുപോലെ നമുക്ക് ഇതിനകത്ത് ആദ്യകാലഘട്ടത്തിലുള്ള പ്രവർത്തനം പോലെ ഇപ്പോൾ നടക്കില്ല, പറ്റില്ല. കാരണം ഒന്ന് ആളുകളുടെ ചിന്താഗതികൾ മാറിയതാണോ അതോ ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടിയത് കൊണ്ടാണ്? അല്ലല്ല, ആൾക്കാരുടെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതിയും ആൾക്കാരെല്ലാം സഹകരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം തയ്യാറുള്ള ആൾക്കാർ തന്നെയാണ്. അതിരിക്കട്ടെ, ഏത് പ്രസ്ഥാനം? CPM-ന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്. ഞാൻ ഇവിടെ പാർട്ടി ലോക്കൽ സെക്രട്ടറി മെമ്പറാണ്. അപ്പോൾ അങ്ങനെ അടിസ്ഥാന വർഗത്തോടൊപ്പം തന്നെ വളർന്നു വന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴെങ്ങനെയുണ്ട് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ? അടുത്ത ഒരു ഇലക്ഷൻ വന്നാൽ LDF-ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ ഉറപ്പാക്കി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കില്ല. അല്ല, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും 3 തരത്തിലാണ് ആളുകൾ 3 തരത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അത് ഒരിടത്ത് കണ്ടത് അതേ ലെവലായിരിക്കത്തില്ല അടുത്തത്. 3 കാറ്റഗറിയാണ്. കാരണം അതിൻ്റെ ഒരു ഏരിയ മാറുമല്ലോ. ഏരിയ മാറുമ്പോഴും അതിൻ്റെ പ്രവർത്തന ശൈലി മാറുമ്പോഴും വ്യത്യാസം വരും. അപ്പോൾ എന്താ കുറച്ചാളുകൾ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ വിവരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? പാർട്ടി പ്രവർത്തനം എങ്ങനെയുണ്ട്? നല്ല പാർട്ടിയിൽ നല്ല അഭിപ്രായമുള്ള ആളാണ്. അഭിപ്രായമുള്ളതുകൊണ്ടല്ലേ എല്ലാ പ്രാവശ്യം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ നമുക്ക് ജയിക്കൽ നമ്മളെ ബന്ധപ്പെട്ടവരും നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെയാണ്. അതിനെ അപ്പോൾ അവർ എല്ലാവർക്കും നമ്മളെ അറിയാം. നമ്മളെപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടില്ലാത്തൊരു വീടും കാണത്തില്ല. പഞ്ചായത്തിലായാൽ പോലും
എത്രയും വേണ്ടപ്പെട്ടവരുന്നാലും തോന്നുന്നത് ഒരുപാട് വരും. ആ അങ്ങനെ സംഭവിക്കാം. അത് കയ്യിലിരിപ്പുണ്ട് നോക്കാം. ഒരാൾ ജയിച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിന് എന്ന് കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ അടുത്ത പ്രാവശ്യം ജയിക്കത്തില്ലല്ലോ. നമ്മൾ സാധാരണപ്പെട്ട അടിസ്ഥാന വർഗ തൊഴിലാളികളും തൊഴിലാളി വർഗ സംവിധാനത്തിലുള്ളവരെ അവരുടെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കും. നമ്മുടെ നിലപാട് വ്യത്യസ്തമായി മാറുമ്പോഴത്തേക്ക് അവർ നമുക്കെതിരാണ്. ഒരാളെതിരാകുമ്പോഴത്തേക്ക് 10 പേര് എതിരാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും. അതെ 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 അതെ. ഒരാളെ നമ്മൾ വെറുപ്പിച്ചാൽ 10 പേര് വെറുത്തു. നമ്മളിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പോ അല്ല പഞ്ചായത്ത്. കുറച്ച് ചിലപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ കുറച്ച് ബന്ധുത്വം മറ്റു കാര്യങ്ങളൊക്കെ വരുമെങ്കിലും പക്ഷെ നമ്മൾ ഒരാളിനെ എങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ആ ആൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് അനുഭവം ഇല്ലാത്ത ആളായിരിക്കാം, നമുക്കെതിരായിട്ട് വോട്ട് ചെയ്തവരായിരിക്കാം. അവരെയൊക്കെ നമ്മൾ നമ്മൾ ഉൾക്കൊള്ളണം. എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അല്ല, ജയിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാവരുടെയാണ്. എല്ലാവരുടെയാണ്. ജയിക്കുന്നതിന് മുമ്പ് ചിലർക്ക് ചില മാനസിക ഇത് വരും. അത് വോട്ട് ചെയ്തവർക്ക് വോട്ട് ചെയ്തിട്ടില്ല, അത് അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്ത കാണും. അത് നമ്മൾ മാറ്റിയെടുക്കണം. അത് നമ്മൾ മാറ്റണം. മാറ്റിയാൽ നമുക്ക് അപ്പോൾ ഇനി നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇനി പഴയതുപോലെ പണ്ടത്തെ പോലെ തേനും പാലും ഒഴുകും. ഇവിടെ തേനും പാലും ഒഴുകും. നമുക്കിപ്പോൾ വിഴിഞ്ഞ ഫോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പോർട്ട് വരുന്നതോടുകൂടി ഇവിടെയൊക്കെ മാറുമല്ലോ. ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ മേഖല എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അല്ല, ഈ മേഖലയൊന്നും എടുക്കണ്ട. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥകളൊക്കെ വളരെ വ്യത്യാസമായിരിക്കും. പിന്നെ ഒരുപാട് മാറ്റം വരും, ഒരുപാട് മാറ്റം. പണം ഒഴുകില്ലേ പോർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഡോളറിൽ വന്ന് വീഴുന്നത്. അപ്പോൾ ഈ നാടകം അങ്ങ് മാറും. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മാറും. എന്തിന് പണ്ട് കഴക്കൂട്ട് എങ്ങനെ ഇരുന്നു? കുറേ പറങ്കമാവ് തോട്ടങ്ങൾ മാത്രമല്ലേ ഉള്ളായിരുന്നു. കുറേ വെളുത്ത മണൽ കുറേ പറങ്ക. ഇപ്പം അവിടെ എന്തായി? അവിടെ എത്ര ഒരു സിറ്റി മാറിയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം വന്നിട്ട് ഈ ഏരിയ എല്ലാം മാറും. നിങ്ങളൊക്കെ വലിയ ആളുകളാവും. അപ്പോൾ വളരെ സന്തോഷം തേമ്പാമുട്ടത്ത് വന്ന് തേനും പാൽ ഒഴുകുന്ന ഈ നാട്ടിൽ കാണാനും നിങ്ങളെ എൻ്റെ പേരിലുള്ള ഒരാളിനെ ഒത്തിരി ആളിനെ ശേഷമാണ് കാണുന്നത്. ശരി, ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകണ്ടല്ലോ. നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് സാർ ഇതന്നെ ഇങ്ങോട്ട് പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്താൽ പുതിയ മെഷീനറി ഒക്കെയാണ്. ശരി ശരി ശരി, ഓക്കെയാണ്. അപ്പോൾ നമ്മൾ തേമ്പാമുട്ടത്തുനിന്ന് തേനും പാലും ഒഴുകുന്ന ഈ നാട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്.